ഹെന്ന ചെയ്യുമ്പോൾ നല്ല ബ്രൗൺ കളർ കിട്ടാൻ വേണ്ടി എന്തൊക്കെ ചെയ്യണമെന്നാണ് ഇതിൽ. അതിനായി 3 ഗ്ലാസ് വെള്ളമെടുത്തിട്ടുണ്ട്, 3 ടീസ്പൂൺ ചായപ്പൊടി, അതിനുശേഷം ഒരു പകുതി ബീറ്റ്റൂട്ട് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് ഉലുവ ഇട്ടിട്ടുണ്ട്, പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ഇട്ടിട്ടുണ്ട്. ഇതെല്ലാം കൂടി തിളപ്പിച്ച് ഒരു 2 ഗ്ലാസ് ആകുന്നത് വരെ തിളപ്പിച്ച് അത് തണുക്കാൻ വേണ്ടി എടുത്തു വെക്കുക. ഞാൻ ഹെന്ന ഉണ്ടാക്കാൻ വേണ്ടി ഫ്രഷ് ഇലയാണ്, മൈലാഞ്ചിയുടെ ഫ്രഷ് ഇലയാണ് എടുത്തേക്കുന്നത്. ഇപ്പോൾ ഇല ഇല്ലാത്തവരാണെങ്കിൽ പൊടി എടുത്താലും മതി. അത് മുടിയുടെ വലിപ്പം അനുസരിച്ച് ഓരോരുത്തർ 6 അല്ലെങ്കിൽ 8 സ്പൂൺ എടുക്കാം. ഇനി പറയുന്നതെല്ലാം ഉണ്ടെങ്കിൽ മാത്രം എടുത്താൽ മതി. പനിക്കൂർക്കയുടെ ഇല, പിന്നെ ചെമ്പരത്തിപ്പൂവ്, തുളസി ഇല, പേരയില, ഇതൊക്കെ എടുത്തിട്ടുണ്ട്. ഇത് എല്ലാനും അത്യാവശ്യമൊന്നുമില്ല. ഈ ബീറ്റ്റൂട്ടും ചായപ്പൊടിയും മൈലാഞ്ചി ഇലയും ഉണ്ടെങ്കിൽ തന്നെ നല്ല കളർ കിട്ടും. പിന്നെ കീഴാർനെല്ലി എടുത്തിട്ടുണ്ട്. അടുത്തത് കയ്യോന്നിയാണ്. ഇതൊക്കെ മുടി വളരാനും മുടിക്ക് കറുപ്പ് കളർ കിട്ടാനും നര വരാതിരിക്കാനൊക്കെ നല്ലതായതുകൊണ്ടും പിന്നെ താരം പോകാനൊക്കെ ബെസ്റ്റ് ആയതുകൊണ്ടാണ് ഈ തുളസി ഇലയും ഈ ഇലകളൊക്കെ എടുത്തേക്കുന്നത്. അതുകൂടാതെ പിന്നെ ചെമ്പരത്തി ഇല, പിന്നെ തൈര് 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, പിന്നെ കറ്റാർവാഴ. ഇതെല്ലാവരും കൂടി മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ഇത് ഇരുമ്പിൻ്റെ ചീഞ്ചട്ടിയിൽ 2 മണിക്കൂർ എടുത്ത് വെക്കുക. ഇരുമ്പിൻ്റെ ചീഞ്ചട്ടി ഇല്ലാത്തവരാണെങ്കിൽ ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഇതിലേക്ക് ഇട്ട് വെച്ചാൽ മതി. അതിനുശേഷം തലമുടിയിൽ എല്ലായിടത്തും നന്നായി പുരട്ടി ഒരു 3 മണിക്കൂർ വരെ, 2 മണിക്കൂർ അല്ലെങ്കിൽ 3 മണിക്കൂർ വരെ വെക്കാവുന്നതാണ്. ഇത് പുരട്ടുമ്പോൾ തലമുടിയിൽ എണ്ണ പുരട്ടാൻ പാടില്ല. എണ്ണ പുരട്ടിയാൽ കളർ കറക്റ്റായിട്ട് കിട്ടില്ല. ഇത് കഴുകി കളയുമ്പോൾ സോപ്പോ ഷാമ്പോ തേക്കാൻ പാടില്ല. അത് പിറ്റേ ദിവസം എണ്ണ തേച്ച ശേഷം മാത്രം പിറ്റേ ദിവസം ഷാമ്പു തേച്ച് കഴുകി കളയാവുന്നതാണ്. ഇങ്ങനെ ചെയ്താൽ നല്ല ബ്രൗൺ കളർ കിട്ടും.